ഡോക്ടറിന്റെ ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ എങ്ങനെയാണ്? ഹൗ വുഡ് യു ഡിഫൈൻ യുവർ വേ ഓഫ് ലീഡർഷിപ്പ്? എങ്ങനെയാണ് ഒരു കുറച്ച് സ്ട്രോങ് ആയിട്ടാണോ നിൽക്കാറ്, അതോ ഫ്രണ്ട്ലി ആയിട്ടാണോ നിൽക്കാറ്? വാട്ട് ഈസ് യുവർ ലീഡർഷിപ്പ് സ്റ്റൈൽ? ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു മനുഷ്യൻ എന്നൊരു മനുഷ്യൻ്റെ അടുത്ത് സംസാരിക്കും, അവൻ്റെ വിഷമങ്ങളോ കഷ്ടപ്പാടുകളോ പറയുന്ന സമയത്ത് അവൻ എവിടെ നിൽക്കുന്നോ അവിടത്തേക്ക് ഒരു വ്യക്തി ഇറങ്ങിച്ചെല്ലണം. മനസ്സിലായില്ലേ? ഒരുത്തൻ കടത്തിൽ പെട്ടുപോയി എന്ന് പറയുകയാണെങ്കിൽ നീ എന്തിനാ അങ്ങനെ ചെയ്ത്, അതുകൊണ്ടല്ല ഇങ്ങനെ ആയത് എന്നതിന് പകരം ഫുള്ളി അത് കേൾക്കുക. ഒരു പെൺകുട്ടി ഒരുത്തിൻ്റെ കൂടി ഓടിപ്പോയി കഴിഞ്ഞാൽ അതിനെ കുറ്റം പറയാനാണ് സമൂഹങ്ങൾ. എന്തുകൊണ്ട് ആ പെൺകുട്ടി ഓടിപ്പോയി, എന്താണ് കാതലായ പ്രശ്നം, അപ്പോൾ സ്കൂൾ എവിടെയാണ് പഠിച്ചത്, കോളേജ് എവിടെയാണ് പഠിച്ചത്, എവിടെ നിന്നാണ്, ഇങ്ങനെ നമ്മൾ ആ ഡീറ്റെയിൽ ആയിട്ടൊരു സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ പറ്റും എന്തുകൊണ്ട് ഓടി എന്നുള്ളത്, അല്ല എന്തുകൊണ്ട് സൂസൈഡ് ടെൻഡൻസി വന്നെന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അതാണ്. അവരെ പ്രശ്നത്തിൽ ഇറങ്ങിത്തിരിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പിന്നെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഞാൻ ലൈഫിന് വളരെ സിമ്പിളായിട്ട് എടുക്കുന്ന ആളാണ്. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കാറില്ല. ഇങ്ങനെ വളരെ സിമ്പിൾ ലൈറ്റായിട്ട് എടുക്കുന്നത്. ബട്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കും. എനിക്ക് ഒരു എത്തിക്സിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, ഒരു പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെ പലരും പറയാറുണ്ട്, എല്ലാവർക്കും എന്നെ ഇഷ്ടപ്പെടും. ഞാൻ ആരും സോപ്പിംഗ് ആണോ അല്ലെങ്കിൽ ആ രീതിയിലൊന്നും എനിക്ക് ഇഷ്ടപ്പെടാറില്ല. അവർ ചോദിക്കുന്ന ചോദ്യത്തിന് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കും. അവർ ചോദിക്കുന്ന ചിലപ്പോൾ എസ്സിനായിരിക്കാം, ഞാൻ ചിലപ്പോൾ സ്ട്രോങ് നോ ആയിരിക്കാം ഞാൻ പറഞ്ഞു കൊടുക്കും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത് ചെയ്താൽ അദ്ദേഹത്തിന് അത് വിഷമം ഉണ്ടാക്കും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും അത് പറയാം. അപ്പം ഡിസിഷൻ മേക്കിങ്ങിൽ എവിടെയൊക്കെ സ്ട്രോങ് ആയി നിൽക്കണോ അവിടെയൊക്കെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. ബട്ട് ഏതറ്റം വരെ നമ്മളെ സൊസൈറ്റിക്ക് ആവശ്യമുണ്ടോ ആ അറ്റത്തിൽ താഴെ വരെ പോകാനും ഞാൻ റെഡിയാണ്. ലവ്ലി.